പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഇത് ഭയങ്കര ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. ഡീഗ്രേഡിങ് അല്ല, ആർക്കും അത് വർക്കായില്ല എന്നാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ചിലപ്പോൾ വർക്കായിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ എനിക്ക് വർക്കായി. എനിക്ക് നന്നായിട്ട് വർക്കായി. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. നമ്മുടെ 7 മണിയുടെ ഷോ ഞാൻ കണ്ടത്. ഇറങ്ങിയിട്ട് അതിനുശേഷമാണ് ഞാൻ റിവ്യൂസ് ഒക്കെ കാണുന്നത്. അതിലൊന്നും പറയുന്നത് പോലൊരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. ചില വീഡിയോസിലൊക്കെ റിവ്യൂസ് ഒക്കെ ഈ ആദിപുരുഷായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഏത് ആദിപുരുഷ? മറ്റേ രാവണന് 10 തല സ്ക്രീനിൽ തികയാത്തത് കൊണ്ട് ഡബിൾ ഡക്കർ വല്ല മേലേക്ക് വെച്ചു കൊടുത്ത ആ ആദിപുരുഷൻ. അതൊക്കെ ഇട്ട് കമ്പയർ ചെയ്യാനും വേണ്ടും മോശമായിട്ടുള്ള ഒരു VFX ആണ് ഇതിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണില്ല. ഈവൻ 3D ഒക്കെ ഭയങ്കര അനാവശ്യമായി കുത്തിക്കേറ്റിയതുപോലെ തോന്നണമെന്ന് പറഞ്ഞ്. പക്ഷെ ഇത് തിയേറ്ററിൽ കാണാനുള്ളതൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു കേട്ടു. ഭയങ്കര ഈവൻ റിസൂർ പൂക്കിറ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭീകര സൗണ്ടാണെന്ന്. അവിടെയും എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സിനിമ കണ്ടത് സിനിപോളിസിലായിരുന്നു. സിനിപോളിസിൽ പൊതുവെ എല്ലാത്തിനും നല്ല സൗണ്ട് കുറവാകാറുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് സൗണ്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇതെനിക്ക് പറയുന്നത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടുന്നത്, എങ്ങനെ കണക്ട് ആവില്ല എനിക്കറിയില്ല. അതുപോലെ സ്റ്റോറി കണക്ട് ആയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സ്റ്റോറിയിൽ ലിങ്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറെ റിവ്യൂല് കണ്ടായിരുന്നു. അത് ലിങ്കാണ് അവർ സെക്കൻഡ് പാർട്ടിൽ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് ബാഹുബലി 1 കണ്ടപ്പോഴേക്കും അതില് കട്ടപ്പ ബാഹുബലിനെ കൊന്നു. അതെന്തിനാ കൊന്നേന്ന് നമ്മൾ അറിഞ്ഞത് എപ്പോഴാ? 2-ലാണ്. അപ്പൊ നമുക്ക് 1 അപ്പം നമുക്ക് ലിങ്ക് ഒന്നും ഇല്ലല്ലോ. സ്റ്റോറിയിൽ എവിടെയും പറയുന്നില്ല കട്ടപ്പൻ ബാഹുബലി അത്ര സെറ്റായി പോകുന്ന ആളുകളായിരുന്നു. പെട്ടെന്ന് കട്ടപ്പ വന്ന് കൊല്ലുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ലല്ലോ. അപ്പോ അതെന്തിനാണെന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നില്ലേ? അപ്പൊ അതുപോലെ അത് 2 വന്നപ്പോ നമുക്ക് ക്ലിയർ ആയി എന്തിനായിരുന്നു എന്നുള്ളത്. അതുപോലെയാണ് ഇതെന്നാണ് എനിക്കും തോന്നുന്നത്. 2 വരുമ്പോ ശരിയാവുമായിരിക്കും. പിന്നെ ഇതില് പാസം കൂടുതലാണെന്ന് പറഞ്ഞു. എന്തോ സിനിമയില് പാസം കാണിക്കാൻ പാടില്ലേ? ഇപ്പൊ സൂര്യ എന്തിനാണ് ആ കൊച്ചിനായിട്ട് ഇത്ര അഫെക്ഷൻ കാണിക്കണത് എന്ന് ചോദിച്ച് കണ്ടിരുന്നു കുറെ പേര്. ഞാനിപ്പോ പറയുന്നൊക്കെ ഇതിന്റെ ഒതന്റിക് ആയിട്ടുള്ള റിപ്ലൈ ഒന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ സൂര്യ എന്തിനാണ് കൊച്ചിനോട് പാസം കാണിച്ചതെന്ന് വെച്ചാ, സൂര്യ ഒരു വാക്ക് കൊടുത്തു കൊച്ചിന്റെ അമ്മയ്ക്ക്, കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്തോളാന്നുള്ളത്. അപ്പൊ അത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ. വാക്ക് കൊടുത്താൽ പ്രൊട്ടക്ട് ചെയ്യാ എന്നുള്ളത് അന്നത്തെ കാലത്ത് രാജാക്കന്മാരായിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി പെടുന്ന എല്ലാവരുടെയും ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതിനെന്തോ ഒരു എക്സാമ്പിൾസ് ഉണ്ട് വേറെ. ഈവൻ നമ്മളിപ്പോ മിത്താണെങ്കിൽ പോലും മഹാബലിയുടെ കഥ പറയാറുണ്ടല്ലോ. നമ്മുടെ മാവേലിയുടെ കഥ. മാവേലി എന്തിനാണ് തല മുമ്പിട്ട് കൊടുത്തത്? ഇപ്പൊ വാമനൻ വന്നിട്ട് പറയണേന് എനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയില് പണിയുണ്ടാന്ന് നോക്കും മോനെന്ന് പറയായിരുന്നു. ഇല്ലേ 3 അടി അളന്നെടുത്തോന്ന് പറഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ വന്ന് ആദ്യം ആകാശം എടുത്ത് പിന്നെ ഭൂമി എടുത്ത് ഇനി കാലൊക്കെ സ്ഥലമില്ലെന്ന് പറയുമ്പോഴേക്കും അങ്ങ് മാറുന്ന അതിൽ അരയിൽ നിന്ന് ആളൊരു വെട്ടായിരുന്നു. എന്തെങ്കിലും കാണിക്കായിരുന്നു പുള്ളിക്ക്. പക്ഷെ പുള്ളി കൊടുത്ത വാക്കിന്റെ മേലാണ് കിരീടം ഒരു തല മുമ്പിട്ട് കൊടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടി തള്ളപ്പെട്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ അതുപോലുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പൊ അയാൾ കൊടുത്ത് ഒരു വാക്ക് അയാൾ പാലിക്കാൻ വേണ്ടി ആ കൊച്ചിനോട് സ്നേഹം കാണിക്കുന്നു. നാച്ചുറലി അത്ര ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന കാര്യം എന്താ? സിനിമയിൽ സ്നേഹിക്കാൻ പാടില്ലേ? വിജയ് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം. രജനീകാന്ത് അനിയത്തിനോട് സ്നേഹം കാണിക്കുമ്പോൾ അത് പ്രശ്നം. എന്തിനാ സ്നേഹിച്ച പ്രശ്നം? അതൊക്കെ സിനിമയാക്കലെന്താ പ്രശ്നം? ലെറ്റ് ഇറ്റ് ബി. എല്ലാവർക്കും തമ്മിൽ തല്ലി നടക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. സ്നേഹിക്കാമല്ലോ, മനുഷ്യന്മാരല്ലേ. ഈ പറഞ്ഞാല് VFX അതുപോലെ കോസ്റ്റ്യൂം, മേക്കപ്പ് ഇതൊന്നും ശരിയായില്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു സീക്വൻസ് ഉണ്ട്. അതിനകത്ത് പെണ്ണുങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പം സൂര്യ വരുന്നു എന്ന് അങ്ങനെ എന്തോടെ പറയുന്നേക്കണേ. ആ ഫൈറ്റ് സീൻ കണ്ട ചോറുണ്ടെങ്കിൽ മനുഷ്യൻ മനസ്സിലാകും അതിലെന്താണ് ഉദ്ദേശിക്കണേന്ന്. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ല. അതുപോലെ അതിന് സ്പോയിലറാണ്, ലൈക്ക് കുറച്ച് സ്പോയിലറാണ്. ഇത് നിങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോ വേണമെങ്കിൽ. ലൈക്ക് ഇതൊക്കെ ആരെങ്കിലും കാണുമോ എന്തോ. എന്തായാലും അപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു സീനില് പെൺപിള്ളേര് ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അതുവരെ പേടിച്ചിരുന്ന പെൺകുട്ടികൾ ഫൈറ്റ് ചെയ്തോടെ ഞാനത് കണ്ടപ്പോ ആദ്യം വിചാരിച്ചതാണ് ഇവര് ഈ ഫൈറ്റേഴ്സ് ആണല്ലോ, ഇവരുടെ ക്ലാൻ എന്ന് പറയുന്നത് വാരിയേഴ്സ് ആണ് അവര്. അപ്പൊ ഈ വാരിയേഴ്സ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ, ഇവര് പെണ്ണുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ലേ എന്നാണ് ഫസ്റ്റ് ഇത് ട്രാപ്പായി എന്ന് ഇവർ പറയുന്ന മൊമെന്റിൽ ഞാൻ ആലോചിച്ചത്. അതവര് ചെയ്തു, അവർ ഫൈറ്റ് ചെയ്യും. ഞാൻ എന്താ പറയുക, ഞാൻ സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്.
അപ്പൊ എനിക്ക് എന്റെ ചുറ്റിനും മറ്റേ നീന്താനുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. പക്ഷെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തിയിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നൊരു ഞാൻ ഇവിടെ ഒരു ട്രാപ്പായി പോവാണ്, പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വരുന്നു, എനിക്ക് നീന്താൻ എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് നീന്തിക്കൂടെ? അപ്പൊ ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഫൈറ്റ് ചെയ്തൂടെ? അത്രയല്ലേ ഉള്ളൂ. അതത്ര വലിയ ഭീകര സിംഗപ്പെണ്ണയാണെന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? പെണ്ണുങ്ങൾക്ക് ഫൈറ്റ് ചെയ്തൂടെ? അങ്ങനെ കുറെ എനിക്ക് മൂവി കണ്ടതിനേലും ഫ്രസ്ട്രേറ്റഡ് ആക്കിയത് റിവ്യൂസ് കണ്ടപ്പോഴാണ്. മേജറായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഞാൻ കണ്ട മൂവിയല്ലേ ഇവരാരും കണ്ടതെന്നായി പോയി. മേ ബി അത് എന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും നല്ല പോലെ വർക്കായി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊരു മൂവിയാണ്, അത് കാണാൻ എൻജോയ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. വിടുക എന്ന് ഞാൻ പറയില്ല. കാര്യം മൂവിക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഇമ്പാക്റ്റും സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ക്രിഞ്ചായിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാൽ പോലും അത്ര മോശമാണ്, കൊള്ളില്ല എന്നൊന്നും പറഞ്ഞ തള്ളിക്കളയാൻ മാത്രമുള്ള ഒരു മൂവി ആയിട്ട് ഇത് എനിക്ക് തോന്നിയില്ല. മസ്റ്റായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒന്നും പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറ്റുന്നെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടോ, ഇല്ലാതാണ് OTT കണ്ടാൽ മതി. പക്ഷെ എനിക്ക് അതിലെല്ലാവരും കങ്കുവ എന്നുള്ള ആ ഒരു പാർട്ടിലൊന്നും എല്ലാവരും അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോബി ഡിയോൾ ആണെങ്കിലും സൂര്യയുടെ ആണെങ്കിലും, സൂര്യയുടെ അച്ഛനായിട്ട് ചെയ്യണ പുള്ളി. പിന്നെ ഇവര് ലാംഗ്വേജിൽ ഇങ്ങനെ സാന്ന് ചേർക്കും, അതായത് ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ അറ്റത്ത് സാന്നൊക്കെ ചേർക്കും. ഇതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ മൂവിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിന്റെ പ്രൊമോഷണൽ തള്ളുകൾ. ഒബ്വിയസ്ലി സൂര്യയാണ്, അതുപോലെ തന്നെ ശിവ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ, സൂര്യയുടെ ഇത്രയും നാളത്തെ 2 വർഷത്തെ കഷ്ടപ്പാട്, ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള സൂര്യയുടെ പറച്ചിലുകൾ, ഇതൊക്കെ ആളുകൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അത് വർക്കാവാതെ വരുമ്പോഴുള്ളൊരു പ്രശ്നവും ഉണ്ട്. അപ്പം ബേസിക്കലി പ്രൊമോഷൻസിന് കുറച്ച് തള്ളി കഴിഞ്ഞാൽ തിയേറ്ററിൽ അത്രയും കൂടുതൽ ആള് കയറും. പ്രൊമോഷൻസിൽ ഒരുപാട് തള്ളാതിരിക്കുക, അതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോഷൻസിൽ ഒരുപാട് ഇങ്ങനെ എക്സ്പെക്ടേഷൻസ് കൂട്ടാൻ വേണ്ടി ഹൈപ്പ് കൊടുക്കാതിരിക്കുക. അപ്പൊ ആളുകൾക്കത് വർക്കാവും. ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും ആളുകൾക്ക് നന്നായിട്ട് വർക്കാവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ദിശ പട്ടാണി അതുപോലെ തന്നെ കിങ്സ്ലി അടക്കമുള്ളവരുടെ ഭീകരമായ കൊടൂര പെർഫോമൻസുകൾ ഇതിനെ മോശമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് ക്ലൈമാക്സ് ഒരു 10-15 മിനിറ്റോളം എന്നിലെ പ്രേക്ഷകരെ നന്നായി തൃപ്തിപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. അതുപോലെ അച്ഛനെ അയ്യാന്ന് എഴുതി വിളിക്കുന്നത്, അപ്പൊ അതൊക്കെ എനിക്ക് നല്ല എനിക്കറിയില്ല, എനിക്ക് ആ പോർഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കട്ടെ. ഇനി മേ ബി ലൈക്ക് ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എന്നിരുന്ന പോലെ ഇത്ര ഡീഗ്രേഡിങ് ആ ഒരു മൂവി അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.